പറഞ്ഞ മുഴുവൻ പ്രാർത്ഥനകൾ എടുത്തു നോക്കേ. അല്ലാഹുവോടല്ലാതെ കാണൂല, അല്ലാഹുവിനോടല്ലാതെ കാണില്ല. ഖുർആൻ ഇറങ്ങിയത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണെങ്കിൽ മുൻകഴിഞ്ഞ പ്രവാചകന്മാരോടോ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ടോ കൊടുത്ത കഴിവ് കൊണ്ടോ ഒരു പ്രാർത്ഥന അല്ലാഹുവിന്റെ ഖുർആനിലില്ല. അതൊറ്റപ്പാലത്തിന്റെ മണ്ണിലെ വേദി കെട്ടിയിട്ട് വെറുതെ പറഞ്ഞതാണോ? സ്വീകാര്യന്മാരായ ഉസ്താദുമാരോട് ചോദിച്ചു നോക്കാ. അവരുടെ കയ്യിൽ നിങ്ങൾ ഖുർആൻ കൊടുത്തോ? ഒരു പേജ് കൊടുത്തോ? പേന കൊടുത്തോ? എന്നിട്ട് നിങ്ങൾ ചോദിക്ക, ഈ ഖുർആനില് മുൻകഴിഞ്ഞ പ്രവാചകന്മാരോടോ ഹഖ് ജാഹ് ബറക്കത്തോണ്ടോ കൊടുത്ത കഴിവുണ്ടോ ഒരു പ്രാർത്ഥനയുണ്ടോ? ഖിയാമത്ത് നാൾ വരെ കാണിച്ചു തരാൻ കഴിയില്ല. മറിച്ച് അല്ലാഹുവിന്റെ ഖുർആനിലുള്ള പ്രാർത്ഥന മുഴുവൻ അല്ലാഹുവോട് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ وجعلنا للمتقين إماما رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله وأيوب إذ نادى ربه أني مسني الضر وأنت أرحم الراحمين قال ربي انصرني بما كذبون سبحانك فقنا عذاب النار فاتي بكر آل عمران نساء مائدة أنما غرافا فارتوا യൂനുസ് യൂസുഫ് ഇബ്രാഹിം നീണ്ടു കിടക്കുന്ന ഖുർആനിന്റെ 114 അധ്യായങ്ങളിലൂടെ മറിച്ചു നോക്കിക്കോ. 160-ലധികം വരുന്ന പ്രാർത്ഥനകളുണ്ട്. മുൻകഴിഞ്ഞ നബിമാരോടില്ല, ഹഖ് ജാഹ് ബറക്കത്തോണ്ടില്ല, കൊടുത്ത കഴിവോണ്ടില്ല. ഇനി ഹദീസ് ഗ്രന്ഥങ്ങൾ എടുത്തോ. വീട്ടിലേക്ക് കയറുമ്പോ, വീട്ടിൽ നിന്നിറങ്ങുമ്പോ, പുതുവസ്ത്രം ധരിക്കുമ്പോ, ഇടിമിന്നലുണ്ടാകുമ്പോ, ക്ഷുദ്രജീവികളുടെ ആക്രമങ്ങളെ ഭയപ്പെടുമ്പോ, കടക്കണിയിലൂടെ കുടുങ്ങുമ്പോ മുഴുവൻ പ്രാർത്ഥനകളും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോടാണ്. ഖുർആൻ പറഞ്ഞതൊക്കെ അല്ലാഹുവിനോട്. റബ്ബി റബ്ബന അല്ലാഹുമ്മ എന്നല്ലാതെ ഒരു പ്രാർത്ഥന കാണില്ല. പിന്നെ എങ്ങനെയാ തകരാറ് പറ്റിയത്? നമ്മൾ എവിടെന്നറിയോ? അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊക്കെ പറയും. അമ്മ കുട്ടീനെ ഇങ്ങനെ തൊട്ടിലാട്ടി കൊടുക്കുക അല്ലേ? ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറല്ലാഹ് അങ്ങനെ പറഞ്ഞ താരാട്ടുണ്ട്. ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. സുന്ദരായിട്ട് ഇങ്ങനെ ദിക്റും ചൊല്ലി താരാട്ട് പാടി തൊട്ടിലാട്ടി കൊടുക്കുന്നതിനിടയിലെങ്ങാനും കുട്ടിയുടെ തല തൊട്ടിൽ നിന്ന് പുറത്തേക്ക് വീണാൽ അപ്പ വിളിക്കിന്റെ ബദരീങ്ങളെ. അവരെ പറഞ്ഞതാരെയാ? അതുവരെ പറഞ്ഞതാരെ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരാപത്ത് വന്നപ്പോഴോ അള്ളാന്റെ പടപ്പിലേക്ക് അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ, ഒരടിമക്ക് അല്ല പോരെ, ഒരടിമക്ക് അല്ല പോരെ. എന്റെ പ്രിയമുള്ളവരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയതുകൊണ്ട് മാത്രം കാര്യമായില്ലല്ലോ. മഹാനായ മുഹിയുദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി, മുഹിയുദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഫത്ഹുർ റബ്ബാനിയുടെ പഴയ പ്രിന്റ് കിതാബ് 153 കാണാ, പുതിയ പ്രിന്റിൽ 123 കാണാ. കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ എങ്ങനെയാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത്? വഫീ ഖൽബിക കം ഇലാഹ, നിന്റെ മനസ്സിൽ എത്രയെത്ര ആരാധന്മാരാണ്. കുല്ലു ഷൈഇൻ തഅതമിദു അലൈഹി വതസിഖു ബിഹി ദൂനല്ലാഹ്, എല്ലാ വസ്തുക്കളും അല്ലാഹനെ കൂടാതെ അതിലേക്ക് അവലംബിക്കുമ്പോ, അതിലേക്ക് ആശ്രയിക്കുമ്പോ, വഹുവ സനമുക, അത് നിന്റെ വിഗ്രഹമാ. ലാ യൻഫഉക തൗഹീദുൽ ലിസാനി മാ ശിർകുൽ ഖൽബ്, ഹൃദയത്തിലൂടെ ശിർക്ക് വെച്ചുകൊണ്ട് നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അത് നിനക്ക് ഉപകാരപ്പെടൂല എന്ന് പറഞ്ഞത് മഹാനായ മുഹിയുദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിയാണ്.
ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് മാത്രം പോരാ, ജീവിതത്തിൽ ഉണ്ടാവണം. എത്ര ആളുകളാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്റൊക്കെ ചൊല്ലും, ആപത്ത് വരുമ്പോ റബ്ബല്ലാത്തവരിലേക്ക് തിരിയുക. നമ്മൾ വിചാരിക്കും ഖുർആൻ ഇത്ര വ്യക്തമായി പറഞ്ഞിട്ട്, ഹദീസ് ഇത്ര വ്യക്തമായി പറഞ്ഞിട്ട്, ലോകത്തിൽ അംബിയാ മുർസലുകൾ ഇങ്ങനെ ജീവിച്ചിട്ട് ബദരീങ്ങൾ പോലും തേടിയത് അല്ലാഹുവിനോടായിരിക്കെ എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ തിരിയാനുള്ള കാരണം എന്നറിയോ? അള്ളാന്റെ ദീനിലെ പുതിയ ആചാരങ്ങൾ കൊണ്ടുവന്നവരാണ്. അതുകൊണ്ടാണ് ഞാൻ ആണയിട്ട് പറയാം, പഠിക്കുന്നവരോട് മിനിമം ഒരു ആൻഡ്രോയിഡ് ഫോണെങ്കിലും കയ്യിലില്ലാത്തവരാരും ഈ ശബ്ദം ശ്രവിക്കുന്നുണ്ടാവില്ലല്ലോ. നിങ്ങൾക്ക് നോട്ട് ചെയ്യാം, എഴുതി വെക്കാം, സത്യമാണോ എന്ന് പരിശോധിക്കാം. ഇത് പരലോകത്തിന് വേണ്ടിയിട്ടാ. പ്രിയമുള്ളവരെ, എന്നാണോ ദീനിൽ പുത്തൻ ആചാരങ്ങൾ കടന്നു വരാൻ തുടങ്ങിയത്, അവിടെയാണ് തകരാറുണ്ടായത്. അത് അധാർമികതകളിലേക്ക് വരെ വഴിവെച്ചിട്ടുണ്ട്. നിങ്ങൾ ആലോചിക്കുക, ഇസ്ലാമിൽ ഖബർ സിയാറത്തിന്റെ സുന്നത്താണ്, നല്ല കാര്യം. പക്ഷെ ആളുകൾ അതിനെ കൊണ്ടുവന്ന് ഉത്സവമാക്കി മാറ്റി. ഇന്ന് മൊയ്ലിയന്മാർക്ക് പോലും കൈ കിട്ടാത്ത അവസ്ഥയ്ക്ക് വന്നില്ലേ? ഇല്ലേ? ഇന്ന് ഫെസ്റ്റുകളാക്കി മാറ്റി. മക്കാം ഉറൂസുകളൊക്കെ ഫെസ്റ്റുകളാക്കി മാറ്റി. കഴിഞ്ഞ ദിവസം വെമ്പേനാട് ഉറൂസാൻ ഷെയ്ഖിന്റെ ആണ്ട് നേർച്ചയാണ്. ആണ്ട് നേർച്ചൊക്കെ മാറിപ്പോ ഇതെങ്ങനെയെങ്കിലുമൊക്കെ അവസാനിപ്പിച്ച് കിട്ടിയാൽ മതി എന്ന് മൊയ്ലിയന്മാർക്ക് വരെ കൺട്രോൾ ഇല്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ധീര മക്കളാ. എന്താ ചെയ്തതെന്നറിയോ? ആനപ്പുറത്ത് കയറിയിരുന്ന ഒരു പെണ്ണാണ്, തല പോലും മറച്ചിട്ടില്ല, ഒരു ഷോൾ ഇങ്ങനെ കഴുത്തിലിട്ടിട്ട് ആനപ്പുറത്ത് ഇങ്ങനെ കയറിയിരിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കി, എവിടേക്കാണ് ഇതൊക്കെ കൊണ്ടുപോണേ? ആളുകളുടെ ജീവിതമൊക്കെ എവിടേക്കാണ്? ഒരു കാലത്ത് മക്കാമാണ് ഉറൂസ. ഞങ്ങൾ ഇതിനൊന്നും ഭാഗമാക്കില്ല. നമ്മൾ ഈ ആനകളൊക്കെ മുസ്ലിം ആനകളാണ്. ഇപ്പൊ എന്റെ തറവാട്ടിൽ 2 ആന ഉണ്ട്, എന്റെ എളാപ്പാന്റെ കയ്യിൽ. മുപ്പര് നമ്മളെ വിചാരിക്കണ ലെവലൊന്നുമില്ല. പക്ഷേ ആനയുടെ പേരെന്താ അറിയാം? ഞങ്ങളുടെ തറവാട്ടും പേര് കിഴക്കേതിലാണ്, പക്ഷെ ആനയുടെ പേര് പുതുശ്ശേരി വിജയനാണ്. അപ്പോ അമ്പലത്തേക്ക് ഉത്സവത്തേക്കൊക്കെ പോകാൻ വേണ്ടി ആന, നിങ്ങൾ ആലോചിച്ചൊക്കെ, നമ്മളൊക്കെ ചില ആളുകളൊക്കെ ഈ മാർഗത്തിലൊക്കെ ഇങ്ങനെ നടക്കുന്ന ആളുകള്, മൊയ്ലിയന്മാര് പറയുന്നൊന്നും ഞങ്ങൾ അംഗീകരിക്കണവരല്ല എന്നൊക്കെ പറയും. വേദന കൊണ്ട് നിങ്ങളോട് പറയാ, നിങ്ങളുടെ ശാലിയാത്തിയുടെ പുസ്തകങ്ങൾ ഉറൂസുകളിലൂടെ വെടിമരുന്ന് പോലും അനിവാര്യമാണെന്നും അവിടെയുള്ള കീടങ്ങളൊക്കെ ചത്തുപോകാനാണെന്നും നിങ്ങൾ എഴുതി വെച്ചവരാണ്. പണ്ഡിതന്മാരെന്ന് പറയുന്ന നിങ്ങൾ എഴുതി വെച്ചവരാണ്. അന്ന് അതിനെ എതിർത്ത മുജാഹിദിന്റെ പണ്ഡിതന്മാരോട് നിങ്ങളെ വഹാബികളാണ്, തീവ്രവാദികളാണ്, നിങ്ങളെ മുസ്ലിങ്ങളല്ല എന്ന് പറഞ്ഞ് ആട്ടി ഓടിച്ചവരോട്, പ്രിയമുള്ളവരെ, ആന എന്ന് പറയുന്നത് ഉത്സവത്തിലൂടെ കൊണ്ടു നടക്കുന്ന ആന നേർച്ചകളിലൂടെ കടന്നു വരുമ്പോ തെറ്റല്ലേ എന്ന് ചോദിച്ചപ്പോ കൊളത്തൂരുകാരൻ സഖാഫി ചോദിച്ചത്, ആന ഹറാമാണോ? ആനക്ക് എന്താ കുഴപ്പമുള്ളത് എന്നാ നിങ്ങൾ ചോദിച്ചത് എങ്കിൽ, ഈ നടന്ന ഈ ആഴ്ചയിൽ ഇന്നലെ നടന്ന അനുഭവങ്ങൾ വരെ മുന്നിൽ വെച്ച് നിങ്ങളോട് പറയാ, ചാവക്കാടിന്റെ വെമ്പേനാടിന്റെ ആണ്ട് നേർച്ച മാറ്റി ഫെസ്റ്റ് എന്നോ നാട്ടുത്സവം എന്നോ ഉറൂസ് എന്നോ ഏത് പേര് നിങ്ങളെ വിളിച്ചാലും, അള്ളാന്റെ പള്ളിയില് ജുമഅക്ക് വേണ്ടി കടന്നു വരുന്ന പെണ്ണിന് ഉള്ളിന്റെ ഉള്ളാണുത്തമം എന്ന് പറഞ്ഞ് ഒരു കൈയിൽ മടക്കി പിടിച്ച പായും മറുകയിൽ ലൊക്കത്ത് വെച്ച കുഞ്ഞുമായി പാതിരാത്രി 12 മണിക്ക് 1 മണിക്ക് പാതിരാവാദന വരുന്നത് പ്രശ്നമില്ല എന്ന് പറഞ്ഞ് അവരെ എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് നിങ്ങൾ അവരുടെ അരയാഭരണങ്ങൾ, മാലകൾ, പാദസ്വരങ്ങള് നിങ്ങൾക്ക് അവിടെ ആവശ്യമായിരുന്നു എന്ന് യാഥാർത്ഥ്യങ്ങൾ ഉണ്ടായിരുന്നു അതിന്റെ പിന്നിൽ. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് കടന്നു വന്നിട്ട് പ്രിയമുള്ളവരെ മജ്‌ലിസുന്നൂറിലും മഹദറത്തുൽ ബദരിയക്കും നിങ്ങൾക്ക് വേണം. നട്ടുച്ചക്ക് അല്ലാഹുവിന്റെ പള്ളിയിൽ കടന്നു വന്നാൽ അത് ഫിത്നയാണെന്ന് നിങ്ങൾ പറഞ്ഞു. പ്രിയമുള്ളവരെ, ഉറൂസുകളിലൂടെ കൊണ്ടുവന്ന് മഹിളാരത്നങ്ങൾ കയറി വന്നത് ആനപ്പുറത്ത് കയറിയിരുന്ന് ഷോളണിഞ്ഞ് വെമ്പേനാടിന്റെ മണ്ണിൽ കണ്ടിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിലാണ് ഒരു മനുഷ്യന് 2 ദർഗയുണ്ടെന്ന് പഠിപ്പിക്കപ്പെട്ട ബിപി അങ്ങാടിലെ യാഹൂ തങ്ങളുപ്പാന്റെ ദർഗ, ആ ദർഗയുടെ ഉറൂസ് നടന്നത് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഉത്സവങ്ങളാണെങ്കിൽ അവിടെയും അഴിഞ്ഞാടി നടക്കുന്നവരാരാണ്? പഴത്തിന്റെ ചീരണിക്ക് വേണ്ടി ആണും പെണ്ണും ഇടകലർന്ന് തല്ലുകൂടിയവരാരാണ്? കഴിഞ്ഞ വർഷത്തെ ആണ്ട് നേർച്ചയിലാണ് ഒരാന ഒരുത്തരെ കുത്തിക്കൊന്ന് തീരുമാനമാക്കിയത് എന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ഇങ്ങനെ നീണ്ടു കിടക്കുന്നവര് മണത്തലയുടെ നേർച്ചക്ക് മുമ്പിലാണ്. അറിയോ നിങ്ങൾക്ക്? കത്തുന്ന കർബല എന്ന് പറയുന്ന പാട്ട് വെച്ച് ആൺകുട്ടികളുടെ ദഫിനിടയിൽ ഒരു താത്ത വന്ന് ദഫിന്റെ താളം പിടിച്ചപ്പോ ചാടിക്കളിച്ചപ്പോ നിങ്ങൾ ഓർക്കുന്നുണ്ടോ പ്രിയമുള്ളവരെ? അങ്ങ് കർബലയുടെ മണ്ണില് റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയുടെ മകൻ ഒരു തുള്ളി ദാഹജലമില്ലാതെ ഷഹർബാന്റെ തോളത്ത് കിടന്ന് തൊണ്ടക്കുടിയിലൂടെ
അമ്പതറച്ച് പടഞ്ഞു മരിച്ചു എന്ന് പാട്ടുപാടി നിങ്ങൾ ചാടിക്കളിച്ചപ്പോ എവിടെയാ പ്രിയമുള്ളവരെ? ഇന്ന് ഉസ്താദുമാരുടെ കയ്യിലെ നിയന്ത്രണങ്ങളില്ല. സമൂഹത്തെ കൊണ്ടുപോയതാണ്. ദീന നിൽക്കേണ്ടിടത്ത് ദീന നിൽക്കണമായിരുന്നു, പഠിപ്പിക്കേണ്ടിടത്ത് പഠിപ്പിക്കണമായിരുന്നു. മുസ്ലിം പെണ്ണിന് പള്ളി അല്ലാഹു അനുവദിച്ചു കൊടുത്തപ്പോ അതിന്റെ അദബ് പറഞ്ഞു, അതിന്റെ മര്യാദ പറഞ്ഞു. കൃത്യമായ വസ്ത്രവിധാനമില്ലാതെ മൂടുപടങ്ങളെ താത്തിയിട്ടിട്ടല്ലാതെ അള്ളാന്റെ പള്ളിയിലേക്ക് നിങ്ങൾ വരണ്ട. അടിച്ചു വീശുന്ന സുഗന്ധമായി അള്ളാന്റെ പള്ളിയിലേക്ക് നിങ്ങൾ വരണ്ട. പ്രിയമുള്ളവരെ, അത് അള്ളാന്റെ റസൂൽ തടുക്കുമായിരുന്നു എന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹാ ചിട്ടയോടെ മര്യാദയോടെ അദബോടെ അള്ളാന്റെ പള്ളിയിലേക്ക് വരാൻ അനുവാദമുണ്ട് എന്ന് പഠിപ്പിച്ച അവിടുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പോലും അള്ളാന്റെ പള്ളിയിലേക്ക് അനുവാദം ചോദിച്ചാൽ അവരെ നിങ്ങൾ തടുക്കാൻ പാടില്ല. അള്ളാന്റെ പള്ളികളിൽ നിന്നുള്ള ഓഹരി നിങ്ങൾ തടയല്ലേ. അള്ളാന്റെ അഭയാർത്ഥികളായ സ്ത്രീകള് പള്ളികളിൽ നിസ്കരിക്കുന്ന നിങ്ങൾ തടയാൻ പാടില്ല. ഇതേ മുജാഹിദേര് പറഞ്ഞുള്ളൂ. ഞാൻ പറഞ്ഞെന്തെന്നറിയോ? ഇസ്ലാമിലുള്ള ആചാരങ്ങളെ നിങ്ങൾ മുന്നിൽ വെക്കുക. ഇസ്ലാമിനൊരു കേടുപാട് സംഭവിക്കില്ല. അള്ളാഹു അല്ലാത്തവരോട് ഒരു തേട്ടവും വരൂല്ല. ഞാൻ ആ മർമ്മ വിഷയത്തിലേക്ക് വരാൻ. സുന്നത്തിലെ അള്ളാഹു അല്ലാത്ത ആരോടുമുള്ള തേട്ടം കാണാൻ പറ്റൂല. പക്ഷെ എവിടെയാണോ ബിദ്അത്ത് കടന്നു വന്നത് അവിടെയാണ് റബ്ബല്ലാത്തവരോടുള്ള തേട്ടമുണ്ടായി. വാശി മാറ്റിവെക്ക്, വൈരാഗ്യങ്ങളെ മാറ്റിവെക്ക്. സമസ്ത മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി ഭേദമില്ലാതെ എല്ലാവരും പള്ളി പോയി. ഞാൻ ഇസ്ലാമിന്റെ സുന്നത്താട്ടോ പറയണേ, നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി എല്ലാവരും എന്തേ പറയുള്ളൂ? അല്ലാഹു അക്ബർ. ഇസ്ലാമിന്റെ സുന്നത്ത് അങ്ങനെയാ. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി അലൈഹി അല്ലാഹുമ്മ ബാഇദ് ബൈനി. ഹനഫി മദ്ഹബുകാരന്റെ സന ആണെങ്കിലും എല്ലാവരും ചോദിച്ചത് ആരോടാ? അല്ലാഹുവിനോടാ. ഇന്ന സ്വലാത്തി വനുസ്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ നമസ്കാരമാവട്ടെ, മറ്റു ആരാധനാ കർമ്മങ്ങളാവട്ടെ, ബലികർമ്മങ്ങളാവട്ടെ, ജീവിതമാകട്ടെ, മരണമാകട്ടെ, അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനുള്ളതാണ്, അല്ലാഹുക്കുള്ളതാണ്. മൊയ്തീൻ ശൈഖിന്റെ പോത്തില്ല, ബദരീങ്കരുടെ ആടില്ല, മമ്പുറത്തെ കോഴിയില്ല. അവിടെ പറഞ്ഞു വനുസുകി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാം അല്ലാഹുവിനാണ്. സുന്നത്ത് എങ്ങനെയാണ്? അത് കഴിഞ്ഞിങ്ങനെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അല്ലാഹുവേ, ആട്ടിയോടിക്കപ്പെട്ട പിശാചിന്റെ ശർറിൽ നിന്ന് നിന്നോട് ഞാൻ കാവല് ചോദിക്കുന്നു. അല്ലാഹ്, ശപിക്കപ്പെട്ട ശൈത്താനിന്റെ ശർറിൽ നിന്ന് കാവല് ചോദിക്കുന്നു. അല്ലാഹ്, സമസ്തക്കാരൻ ചോദിച്ചത് അല്ലാഹുവിനോട്, സലഫി ചോദിച്ചത് അല്ലാഹുവിനോട്, ജമാഅത്തുകാരൻ ചോദിച്ചത് അല്ലാഹുവിനോട്, തബ്ലീഗുകാരൻ ചോദിച്ചത് അല്ലാഹുവിനോട്. ഇസ്ലാമിലെ സുന്നത്തിലെ മാറ്റമില്ല. പക്ഷെ നിസ്കാരം കഴിഞ്ഞു പള്ളിയിലെ ഇശാ ജമാഅത്ത് പറഞ്ഞിട്ട് പറഞ്ഞത് അന്ന് മജ്ലിസുൻ നൂറുണ്ട്, മഹ്ദറത്തുൽ ബദരിയുണ്ട്. ഈ രണ്ടിലും നിങ്ങൾ തേടിയതാരോടാണ്? ഈ കെ സമസ്തക്കാരെ മജ്ലിസുൻ നൂർ കൊണ്ടുവന്നപ്പോ അതിന് പകരം അതേ സ്ഥാനം പേരുമാറ്റി ഏപ്പിക്കാര് കൊണ്ടുവന്നതാണ് മഹ്ദറത്തുൽ ബദരിയ. എന്നിട്ട് അവര് ചോദിച്ച ആരോടാ? ദാഹം ഔത്തത് കൂട്ടിയിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിയിടും, നേരം ലൈനവനാട്ടുവാൻ ബദരീങ്ങളാൽ ചുണറബ്ബനാ. മരിക്കുന്ന നേരത്ത് ഇബ്ലീസ് വെള്ളം കൊണ്ടു തരുമ്പോ ബദരീങ്ങളുടെ കാവല തരണേ അല്ലാഹ്. അപ്പൊ പടച്ചോന്റെ പണി എന്താ? ബദരീങ്ങളുടെ കാവൽ കൊടുത്തു കൊടുക്കല. മരിക്കണ നേരത്ത് ഇബ്ലീസ് വെള്ളം കൊണ്ടുവരുമ്പോ ബദരീങ്ങളുടെ കാവല് തരണേ. മറ്റവൻ ജവാബ് പറയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മൾ പറഞ്ഞ ആ ജവാബും മുറിക്ക് നിന്നോ താളം തെറ്റൂല.
പാവങ്ങൾക്ക് അറിയാത്തോണ്ട്. കാരണം എന്താ അറിയോ, ഈ മൗലൂദ് ഓതുമ്പോഴൊന്നും അർത്ഥം അറിയില്ല. അത് മലയാളാണെങ്കിലും ശരി, അറബിയാണെങ്കിലും ശരി, തമിഴാണെങ്കിലും ശരി, ഇവരറിയില്ല. ഈ മങ്കൂസ് മൗലൂദാണ് പള്ളിയിൽ കൂടുതലും ചെല്ലുക. അപ്പൊ അതിൽ രണ്ടാമത്തെ ഇക്കായത്തില് ഫഖാല ഉസ്മാൻ ഇബ്നു ഹുവൈരിസ് മാലുഹു ഇങ്ങനെ പറയുന്നുണ്ട്. ആളുകൾ ഫഖാല ഉസ്മാൻ ഇബ്നു ഹുവൈരിസ് റളിയല്ലാഹു അൻഹു എന്നിട്ട് അങ്ങനെ പറയാ. സത്യത്തിൽ ഈ ഉസ്മാൻ ഇബ്നു ഹുവൈരിസ് പറഞ്ഞ അമ്പലത്തിലെ പൂജാരിന്റെ പേരാ. അറബി കണ്ടപ്പോ ഇവരൊക്കെ വിചാരിച്ചത് സ്വഹാബി ആയിരിക്കും. ചൊല്ലിക്കൊടുക്കണോ വരെ എന്താ പറയുന്ന അറിയോ, റളിയല്ലാഹു പറഞ്ഞിട്ട് ചൊല്ലിക്കൊടുക്കുക. സഹി തനക്കസ്ത മത്ലൂബം ഫമാദാക കുല്ലന ഫമിൻ ഹുസൈനിനാ ഖദ്ദറത്തിൽഹിറു ബിസുഹബി സ്വലാത്തും വതസ്ലീമും വഅസ്കാ തഹിയതി എന്നങ്ങനെ മുറിച്ച് ചെല്ലുണ്ടല്ലോ. അപ്പോ ഈ ഉസ്മാൻ ഇബ്നു ഹുവൈരിസ് എന്ന പൂജാരി പറയുന്ന ഡയലോഗ് അതേ, ബിംബമേ നീ എന്താ വീണ് കിടക്കണേ, പള്ളിയുടെ മിനാർത്തി കൂടെ ബിംബമേ നീ എന്താ വീണ് കിടക്കണം. അപ്പൊ മറ്റും സ്വലാത്തും വതസ്ലീമും, റസൂല് ജനിച്ചപ്പോ വിഗ്രഹം വീണെന്ന് പറയുന്ന പറയുമ്പോ മുഴുവനായിട്ട് പറയാ. ഇതിങ്ങനെ തുണ്ടം പറഞ്ഞിട്ട് ബിംബമേ നീ എന്താ വീണ് കിടക്കണേ, സ്വലാത്തും വതസ്ലീമും വഅസ്കാ തഹിയതി. അപ്പൊ ഈ ചെല്ലണോന് മിക്കത് അർത്ഥം അറിയാത്തോണ്ടാണ്. ഇപ്പം പറയും മറ്റൊപ്പം നബിയോട് രക്ഷിക്കണോടത്തും നബിയെ നരകത്തിൽ നിന്ന് രക്ഷിക്കണേ, നബിയെ പാപം പൊറിച്ചേരണേ. അപ്പൊ മറ്റും പറയാണ് ഹസ്ബി റബ്ബി ജല്ലല്ല, എനിക്ക് അല്ല മതി, മാഫി കൽബി അവറുള്ള, എന്റെ മനസ്സിൽ അല്ലാണ്ട് ആരുമില്ല, ഹക്ക് നീ പഠിച്ചോ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ ഈ പറയണോന് ഇതിന്റെ അർത്ഥം അറിയാത്തതിന്റെ അപകടം നല്ലോണ്ട്. മജ്ലിസുൻ നൂറിൽ പറയണ വാക്കെന്താണ്, ബദരീങ്ങളുടെ കാവല് മരിക്കണം നേരത്തെ തരണേ. നിങ്ങൾ ആലോചിച്ച് നോക്കിയ നിസ്കാരത്തിൽ എന്താ പറഞ്ഞ, അഊദു ബില്ലാഹി. സുന്നത്തിൽ എവിടെയും തകരാറ് പറ്റൂല. മജ്ലിസുൻ നൂർ തെറ്റാണെന്ന് പറയാ, ആരോട് തേടണമെന്ന് പഠിക്കാൻ അല്ലാഹുവിന്റെ ഖുർആനിൽ നിങ്ങൾ അറിയുന്ന എല്ലാവരും അറിയുന്ന സൂറത്തില്ലയോ, ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്. മനുഷ്യ മനസ്സിലെ ദുർമന്ത്രം നടത്തി പിന്മാറിക്കളയുന്ന ശൈത്താനിന്റെ ശർറിൽ നിന്ന് ജനങ്ങളുടെ രാജാതിരാജനായ, ജനങ്ങളുടെ ആരാധ്യനായ, ജനങ്ങളുടെ രക്ഷിതാവായ അല്ലാഹ് നിന്നോട് കാവല് ചോദിക്കുന്നു. അല്ലാഹ് അപ്പൊ ഖുർആൻ പറഞ്ഞത് ആരോടാ? അല്ലാഹുവിനോട് അല്ലേ? അപ്പൊ നിസ്കാരത്തിലെ സുന്നത്തിലൂടെ സഞ്ചരിക്കുമ്പോ അല്ലാത്തവരോട് തേട്ടമില്ല. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവലോകങ്ങളുടെയും രക്ഷിതാവായ അല്ലാഹ് നിനക്കാണ് സർവസ്തുതിയുമെന്നാണ്. ലോകത്തിന്റെ നിയന്ത്രണം, അതിന്റെ കൺട്രോൾ രക്ഷിതാവ് അല്ലാഹുവാണ്. കോഴിക്കോട് ചിറ്റടിമയത്തിൽ അബൂബക്കർ മുസ്ലിയാരില്ല, കുത്തുബുൽ അഖ്താബില്ല, ഔസുൽ അഅ്ലമില്ല, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിനക്കറിയോ മനുഷ്യരോടൊപ്പം എന്ന് പറഞ്ഞിട്ടൊരു കേരള യാത്ര നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ പിന്നാലെ വേറൊരു യാത്ര നടക്കുന്നുണ്ട്. ഇവര് മനുഷ്യരോട് അപ്പല്ല എന്ന് പറഞ്ഞിട്ട് നൗഷാദ് അക്സനി പറഞ്ഞ ഒരാള് ഫോണെടുത്തൊക്കെ ഇങ്ങനെ ചൂലും കൊണ്ട് നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞെന്താ അറിയോ, അവരുടെ അഭിപ്രായ പ്രകാരം പേരോട് സഖാഫിയൊക്കെ മുജാഹിദ് ആവണമെന്നാണ്. അപ്പൊ ഞങ്ങൾ മുജാഹിദ് അല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി കണഞ്ഞു നോക്കിയിട്ട് ഇവര് പറയുന്നത് CM മടവൂർ ലോകം നിയന്ത്രിക്കുന്നു സ്ഥാപിക്കാൻ. CM മടവൂർ എന്ന ഷെയ്ഖ് വഴിയല്ലാണ്ട് സ്വർഗമില്ല. മറ്റൊരു പറയുന്നത് വെച്ചാൽ CM മടവൂരിനെ റസൂലിനോട് ബദരീങ്ങൾക്ക് മുകളിലാണെന്ന് പറഞ്ഞൊന്നും ശരിയല്ല എന്ന് പേരോട് പറയുമ്പോൾ പറയും അങ്ങനെ തന്നെ പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ന്യായീകരിക്കാൻ. അങ്ങനെ പറയുമ്പോൾ വെച്ചാൽ മൗലൂദിന്റെ ഉള്ളുകള്ളികളൊക്കെ നൂഹ് നബിയുടെ കപ്പല് കൊണ്ടുവരുന്നത് മൊയ്തീൻ ഷെയ്ഖാണെന്നൊക്കെ പറയുന്ന വരിയുണ്ടല്ലോ, അതൊക്കെ എടുത്തിട്ട് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞത് വേറൊന്നും ഉണ്ടല്ല. ഇവിടങ്ങളിൽ ലോകം നിയന്ത്രിക്കുന്നത് CM മടവൂരാണെന്ന് വാദിക്കാൻ ശ്രമിക്കുന്നവരെ, ഫ്ലൈറ്റ് നിയന്ത്രിക്കുന്ന അദ്ദേഹം എന്ന് പറയുന്നവര്, അദ്ദേഹത്തിന്റെ ചുമരിലെ ഫോട്ടോയിലെ കൃഷ്ണമണി ഇങ്ങനെ ചലിച്ചോണ്ടിരിക്കാൻ, എല്ലാം ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ. 2 ആഴ്ച ആയിട്ടില്ല മടവൂര് മക്കാമിലെ പെട്ടി ഒരുത്തൻ ചൂണ്ടിയുണ്ടായി. നേർച്ചപ്പെട്ടി ഒരുത്തൻ അടിച്ചോണ്ടായി. ഞാൻ ചിന്തിക്കുന്നവരോടാ പറയുന്നത്, കാണാനില്ല. CC ക്യാമറയിൽ പോലും കാണില്ല. CC ക്യാമറ അങ്ങനെയാണ് ചില സമയത്ത് അല്ലേ. ഞാൻ വർക്ക് ചെയ്യണ ഇവിടുത്തെ എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിലെ 37ഓളം CC ക്യാമറ. റോബസ്റ്റിന്റെ വലിയൊരു കൊല കാണാതെ പോയി, റോഡ് സൈഡ് നിൽക്കണേ. അപ്പൊ ഞങ്ങളിങ്ങനെ CCTV ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോ കള്ളം വരണതൊന്നും കാണാനില്ല, പക്ഷെ ഒരു കൊല ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്, ആളെ കാണാനില്ല.
കൊല തോളത്തിട്ടിട്ട് ഇങ്ങനെ പോണത് കാണുള്ളൂ. കാരണം ഇപ്പുറത്ത് കൂടെ ചാടി വന്നിട്ട് കൊല വെട്ടി ഇങ്ങനെ പോണം. അപ്പൊ CC ക്യാമറക്ക് പോലും എന്തുണ്ട്, ചില പരിമിതി ഉണ്ട്. ഞങ്ങളാലോചിക്ക CM മടവൂരിലെ പെട്ടി കാണാനല്ല, ലോകം നിയന്ത്രിക്കുന്ന മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞ നോക്കണേ, ഫ്ലൈറ്റിന്റെ കൺട്രോള് പോലും CM മടവൂര് മലർന്നു കിടന്നിട്ടാണ്. മടവൂരാരാ പടച്ചോനാണോ ചോദിച്ചവരോട് നീ ചൊല്ല, അതെ അതെ അത് മടവൂരാണ്, ഞങ്ങളെ പടച്ചോന് മടവൂരാണ്. നമ്മളെ മനസ്സ് വേദനിച്ചില്ലേ ഈ പാട്ട് ഇറങ്ങിയത്? ഞാനൊരു വിഷയം പറയാം. ഈ പാട്ട് ആദ്യത്തെ ക്ലിപ്പ് കിട്ടിയപ്പോ അന്ന് ഞാന് പ്രസംഗത്തിന് പോണതിന് മുമ്പ് കാസർഗോഡ് ജില്ലയുടെ കണ്ണൂരിന്റെ ബോർഡറിലാണ്. അപ്പോ കാഞ്ഞങ്ങാട് ഭാഗത്ത് ആ പ്രസംഗത്തിന് പോണതിന് മുമ്പ് ഞാൻ വെറുതെ വീട്ടിൽ നിന്ന് കേട്ട് വെറുതെ ഇങ്ങനെ പാടിയതാണ്. എന്റെ ഉമ്മ എന്നോട് ചൂടായി, മര്യാദക്ക് മുണ്ടാണ്ടെന്നോളാം. കാരണം ഡൈജസ്റ്റ് അല്ല ഈ സാധനം. ഞങ്ങൾ പറയുമ്പോ നമ്മൾ ഒരാൾ പറഞ്ഞതാണ്, നമുക്ക് അത്രമേൽ സഹിക്കൂല്ല. എന്തുകൊണ്ടാണ് മടവൂര് പടച്ചോരാൻ 10 ഘട്ടമായി ഇവരവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അതും തീർന്നിട്ടില്ല. ഇപ്പൊ പുതിയത് അതേ ഉസ്താദുമാര് വീണ്ടും രംഗത്ത് വന്നു. അള്ളാന്റെ അർശിന് മുകളിലാണ് CM മടവൂർ എന്ന്. പ്രിയമുള്ളവരെ 37 ലക്ഷം ഭൂമി ഉൾക്കൊള്ളുന്ന സൂര്യൻ ഉണ്ടെങ്കിൽ ആ സൂര്യൻ നോക്കെ 13.5 ലക്ഷം ഭൂമി ഉൾക്കൊള്ളുന്നത് സൂര്യന്റെ ഉള്ളിൽ കൊള്ളുമെങ്കിൽ ആ സൂര്യനാവട്ടെ മിൽക്കി വേ ഗാലക്സിയില് ക്ഷീരപഥത്തില് പൊട്ടുപോലെ കാണപ്പെടുന്നതാണെങ്കിൽ ആ അങ്ങനത്തെ ശതകോടി ഗാലക്സികളാണ് ഒന്നാം ആകാശത്തുള്ളതെങ്കിൽ അതിനും വലുതാണ് 2എങ്കിൽ അതിനും വലുതാണ് 3എങ്കിൽ ഏറ്റവും വലിയ 7 ആകാശത്തിന് മുകളില് അർശിനും കുർസിക്കും മുകളിൽ ഉപവിഷ്ടനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുകളിലാണ് CM മടവൂർ എന്ന് നിങ്ങൾ വരികൾ എഴുതിയിട്ടുണ്ടെങ്കിൽ എവിടേക്കാ നിങ്ങൾ ഈ വാദം കൊണ്ടുവന്നത്? അല്ലാഹു ജല്ല വഅല, അല്ലാഹു തആല എന്ന് നമ്മൾ പറഞ്ഞ ഏറ്റവും ഉന്നതൻ ഞങ്ങളുടെ റബ്ബാണ്.